ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങളവിടെ സ്കൂളിന്റെ അവിടെ നമ്മുടെ സുഹൃത്തുക്കള് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. MA ഗേൾസിന്റെ അവിടെയാണല്ലോ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ തോളോട് തോൾ ചേർന്ന് കട്ടക്ക് കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കള് ഗേൾസിന്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അങ്ങോട്ട് പോവാം, അവരെ കാണാം, അവിടെ അങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറാം. ഇവിടെ ടീച്ചേഴ്സിന്റെ ഒരു പ്രോഗ്രാമാണ് ഗാല 2026 എന്നാണ് പ്രോഗ്രാം. അപ്പൊ നമ്മളിവിടെ നിന്ന് തുടങ്ങുകയാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ കൂടെ സഫുവാന്, നമ്മുടെ ഷാദില്, ഞങ്ങള് സത്യം പറഞ്ഞാൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഞങ്ങളെ പേരുകളൊക്കെ ഇങ്ങനെ സെറ്റ് ആവുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഓരോ മനസ്സോടുകൂടി ഇറങ്ങിയിരിക്കുകയാണല്ലോ ഷാദിക. അപ്പൊ ഇതാ നമ്മുടെ നിഹാദ്, മിലൻ. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അബ്ദുൽ നാസിം അല്ലേ? കറക്റ്റാണ്. ഞാൻ പേര് വരുന്നത് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി തെറ്റില്ല. പിന്നെ സെക്യൂരി അപ്പുറത്തുണ്ട്, കുറച്ച് തിരക്കിലാണ്, ബിസിനസ് സംബന്ധമായിട്ട് കുറച്ച് തിരക്കിൽ പച്ച ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ആ സെക്യൂരിയാനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്, വേറെ രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയല്ല, അടിപൊളിയായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ പോയിട്ട് ഇവരെ മൂഡ് എങ്ങനെയാണെന്ന് നോക്കും. കാരണം നമ്മുടെ ഏതൊരു വേദിയിലെത്തിയാലും അവരെ മൂഡ് മെലഡിയാണോ അടിപൊളി, എന്തായാലും അടിപൊളി വേണ്ടി വരും. പക്ഷെ ഒരു പക്ക സൈലന്റ് ആയിട്ട് മൂഡാണ്, മെലഡി ആണോ ആഗ്രഹിക്കുന്നത് നമുക്ക് ആ ലിസ്റ്റ് കൊടുക്കാം, മെലഡി ലിസ്റ്റ് കൊടുക്കാം. അടിപൊളിയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേറെ വൈബാണെങ്കിൽ കൊടുക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ പൊളിക്കാൻ പോകുന്നത് അല്ലേ? സുഹൃത്ത് വന്നിട്ടുണ്ട്. സുഹൃത്ത് ഡോക്ടറും കൂടിയിട്ടാണ് അക്യുപഞ്ചർ. നമ്മളെ സ്റ്റുഡിയോയുടെ അവിടെ തന്നെ നമ്മളൊരു ഹോസ്പിറ്റൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളിവിടെ സ്കൂളിൽ വന്നപ്പോ നമ്മള് സുഹൃത്തിനോട് കാണാൻ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ തുടങ്ങുന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു പ്രധാന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ആഷിക്കുക, ഇത് നമ്മുടെ ആഷിക്കാണ്, ചിരിച്ചിട്ട് വരുന്നുണ്ടല്ലേ? നമ്മൾ ആഷിക്കാണ്. ആഷിക്ക് ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്. ഇതിന്റെ 2-3 ആൽബം സോങ്ങുകൾ ചെയ്ത്. അതുകൂടാതെ ഞങ്ങൾ ഇതുവരെ സ്കൂൾ പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ടും സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങള് വീഡിയോസുകൾ കുറെ എടുത്തല്ലേ, അത് കുറെ വൈറലായി. നമ്മള് വീഡിയോസുകളെ കുറച്ച് ആ പെരിയോനെ എന്നുള്ള വീഡിയോ, അതേപോലെ തന്നെ റസൂലുള്ള, പിന്നെ അത് മുസ്കുരാനെ 1 മില്യൺ അടിച്ച വീഡിയോ, പിന്നെ ഇവരാണ്, അങ്ങനെ കുറെ വീഡിയോസുകൾ ഞങ്ങള് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് സുഖല്ലേ? നമുക്ക് തുടങ്ങാൻ ഉഷാറാക്കല്ലേ? ഇന്നും നമ്മളെ വീഡിയോസുകൾ എടുക്കാൻ ആഷിക്ക് എത്തിയിട്ടുണ്ട്. പ്രോഗ്രാമിന്റെ പാട്ടുകൾ ലൈവ് എടുക്കാൻ വേണ്ടിട്ടല്ലേ? വേറെന്താ പറയാനുള്ളത്? ഓക്കെ, നമ്മൾ യാത്ര തുടങ്ങല്ലേ? ഇത് അടുത്ത ആള് വരുന്നുണ്ട്. ഇതാണ് സെക്കരിയ. ഞാൻ പറഞ്ഞല്ലോ, അടിപൊളി ഷർട്ട് ഇട്ടിട്ട് വന്നിട്ടുള്ളത് കോളേജിലാണ്, സ്കൂളിലാണ്. അവിടെ വൈബാക്കണം എന്നിട്ട് പച്ച ടീഷർട്ടും നല്ല ഫ്രീക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇയാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫീൽഡില് തുടക്കം മുതലേ നമ്മുടെ കൂടെ ഉള്ളൊരു സുഹൃത്താണ്. ഈ വാട്സപ്പിലെ വോയിസ് ഒക്കെ അതിൽ കേൾക്കൂലേ? ബിസിനസിന്റെ ഒരു തിരക്കാണ്. അപ്പൊ അവരെ നമ്മൾ വിശദമായിട്ട് പിന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നല്ല തിരക്കില്ല, കാരണം സ്റ്റാഫുകളുണ്ട്, അവരെന്തോ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അവരെ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. നമുക്കിവിടെ സ്റ്റുഡിയോ ഉണ്ട്, തുടങ്ങണമെന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അത് ഞാൻ വേണമെങ്കിൽ കോണ്ടാക്ട് തരുന്നുണ്ട്. നല്ല അടിപൊളിയാണോ? അത് അങ്ങനല്ല, ക്ലാസിക്കല്, ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ നമ്മുടെ കർണാട്ടിക് പാടില്ല. നല്ല പാട്ട് പഠിപ്പിച്ചു തന്നാണ്. പാട്ട് പഠിപ്പിക്കണം നല്ല. നമ്മളൊന്നും ചെറുപ്പത്തിൽ അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, നമ്മൾ കുറച്ചൊന്നും ക്ലാസ്സിന് കുറച്ച് മുന്നേ പോയി, അത് മുഴുവനായിട്ട് പഠിക്കും. പിന്നെ പാട്ട് പഠിക്കും. ഹിന്ദുസ്ഥാനി കുറച്ച് നേരം പോയി, കർണാട്ടിക് കുറച്ച് പോയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. സന്തോഷം. പഠിക്കണം. ഞാൻ ഹാർമോണിയം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആയിക്കോട്ടെ. അത് ഞാൻ സെറ്റാക്കി തരാം, വിളിച്ചാൽ മതി. അപ്പോൾ ഞാനെൻ്റെ വൈഫ് പഠിച്ച സ്കൂളാണ്. ഇപ്പോൾ പോയത് വൈഫിൻ്റെ ഫ്രണ്ടാണ്. വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ പോയത്. അപ്പോൾ അവർ പഠിച്ച സ്കൂളാണ്. അപ്പോൾ സാധാരണ നമ്മൾ കുറേ കോളേജിലൊക്കെ അങ്ങനെ ഗസ്റ്റായിട്ടും സ്കൂളിലൊക്കെ ഗസ്റ്റായിട്ടും അതല്ലാതെ ടീമായിട്ടും സിംഗിളായിട്ടൊക്കെ പ്രോഗ്രാമിന് പോകാറുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രോഗ്രാമിനൊരു സന്തോഷം എന്ന് വെച്ചാൽ വൈഫ് പഠിച്ച സ്കൂൾ +2 വരെ ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു സ്കൂളിൽ വന്ന് പ്രോഗ്രാം ചെയ്യാമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. മാത്രമല്ല ഞങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. 7 വർഷത്തെ പ്രണയമാണ്. നല്ല രീതിയിലുള്ള പ്രണയമായിരുന്നു. വേറെ നല്ല രീതിയിലുള്ളൊരു പ്രണയമായിരുന്നു. വീട്ടുകാർ തന്നെയാണ്, അവർ തന്നെ ഇഷ്ടം കൊണ്ട് പിന്നെ കല്യാണം കഴിച്ചു വന്നു. കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവർ കല്യാണം കഴിച്ചു വന്നു. കുഴപ്പമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അവിടെ ഈ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളതിൽ പ്രണയത്തിലാവുന്നത്. ഈ സ്കൂളാണ്. ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്തപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഇതിൽ വീഡിയോസിൽ കാണിക്കും. വരുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സാണ്, അവരെ പ്രോഗ്രാമാണ്, സ്റ്റാഫുകളെ പ്രോഗ്രാമാണ്. അപ്പോൾ അവർ മെലഡി മൂഡ് മാത്രമായിരിക്കും പ്രതീക്ഷിക്കുക. അടിപൊളി വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അടിപൊളി പാടിയാൽ തന്നെ അവരതിൽ എങ്ങനെ ഇൻവോൾവ് ആവുമെന്ന് നമുക്കറിയില്ലായിരുന്നു. ഡാൻസ് ചെയ്യോ കൈയടിക്കുമെന്ന്. പക്ഷേ ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതുപോലെ പ്രോഗ്രാമിന് പോയിരുന്നു. അവിടെയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താ നല്ലൊരു ഭയങ്കര എനർജി ആയിരുന്നു.
ഫസ്റ്റിലെ എന്നോട് ഗസൽ പാടാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, കാരണം ഗസലൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഗസൽ പാടി, എൻ്റെ ഒരു സോങ് പാടി, പിന്നെ ഒരു മെലഡി പാടി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പതുക്കെ അടിപൊളി സോങ്സുകളിലേക്ക് എത്തി. ആ ഒരു ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു, ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് എൻ്റെ വൈഫിനെ മിസ് ചെയ്തു, എൻ്റെ മക്കളെ മിസ് ചെയ്തു. എൻ്റെ മോള് ദുവാ മോള് സ്കൂൾ പഠിക്കുകയാണ്, ആനകത്ത് സ്കൂളിലാണ് പഠിക്കുന്നത്, 3ാം ക്ലാസ്സിലാണ്, സോറി LKG-യിലാണ്. മകന് വേറെ മൈൻഡിൽ പോയതാണ് സംഭവം. മകന് 1.5 വയസ്സാണ്. അപ്പോൾ അവരാ ഫാമിലിനെ മൊത്തം ഞാനിവിടെ മിസ് ചെയ്തു. അവരെല്ലാവരും ചോദിച്ചു വൈഫ് വന്നില്ലെന്ന് ചോദിച്ചു. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കലും ഗേൾസിൽ സ്കൂളിൽ പ്രോഗ്രാമിന് വരാൻ പറ്റുകയാണെങ്കിൽ നമ്മളെന്തായാലും അവരെല്ലാവരും കൂട്ടി വരും. അപ്പോൾ എന്തായാലും ഗംഭീരമായിരുന്നു.